Hi students. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ PR-ന് വേണ്ടിയിട്ടുള്ള PT-യുടെ സ്കോറിംഗ് മാറ്റിയോ എന്നുള്ളത്. ഇത്രയും കാലം നമുക്ക് PT-ക്ക് ഒരു 10 പോയിന്റ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ഓവറോൾ 65 ആൻഡ് ഇൻഡിവിജ്വൽ 65 ആയിരുന്നു വേണ്ടിയിരുന്നത്. ആൻഡ് ഒരു 20 പോയിന്റ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ഓവറോൾ 79 ആൻഡ് ഇൻഡിവിജ്വൽ 79 ആയിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പം ഓഗസ്റ്റ് 7 തൊട്ട് ഓഗസ്റ്റ് 7, 2025 തൊട്ട് ആ സ്കോറിംഗിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാനത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയേക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. പല ആളുകളും പലയിടത്തെയും കണ്ടിട്ട് ഇത് ശരിയാണോ എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. പല യൂട്യൂബ് ചാനൽസിലും കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസീസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആ ഈ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റ് ആണിത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളും നിങ്ങൾ ഓസ്ട്രേലിയ പോകാനായിട്ട് അല്ലെങ്കിൽ ഏത് കൺട്രിയിലേക്ക് പോകാനായിട്ട് നിങ്ങൾ പോകുമ്പോഴും അവിടെയും ഇവിടെയും കണ്ട ന്യൂസസ് കേട്ട് വിശ്വസിക്കാതെ അതിന് മുന്നായിട്ട് നിങ്ങൾ ആ ഒരു ഇമിഗ്രേഷൻ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി നോക്കുക. ഇത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റ് ആണ്. ആൻഡ് ഇതിന്റെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിസ റിക്വയർമെന്റ്, അപ്പം വിസയ്ക്ക് ആവശ്യമുള്ളൊരു ഇതാണ്. അവർ പ്രത്യേകിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൺ 7th August 2025 the English language test approved for Australian visa purpose has changed. If you complete a test before this date, your results may still be valid for up to 3 years. അപ്പൊ നിങ്ങൾക്ക് ഓഗസ്റ്റ് 7 മുന്നേ PT എക്സാം എഴുതിയ ആളുകൾക്ക് ആ സെയിം സ്കോർ മതി. പക്ഷെ ഇന്ന് ഓഗസ്റ്റ് 7 തൊട്ട് എക്സാം എഴുതുന്ന ആളുകൾക്ക് സ്കോറിംഗിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. ആൻഡ് നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ആയിട്ട് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിനകത്ത് കാംബ്രിഡ്ജ് C1 അഡ്വാൻസ് ടെസ്റ്റ് ഉണ്ട്, സെൽഫ് ഉണ്ട്, IELTS അക്കാഡമിക് ആൻഡ് IELTS ജനറൽ ട്രെയിനിങ്, പിന്നെ അങ്ങനെ ഒരുപാട് OET, PT, അക്കാഡമിക്, TOEFL, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ആൻഡ് PTയുടെ റിസൾട്ടിന് PTയുടെ സ്കോറിങ്ങിന് മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, PT ഓരോന്നും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോമ്പീറ്റന്റ് ഇംഗ്ലീഷ് ആണ്. കോമ്പീറ്റന്റ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇതിന് 0 മാർക്ക് ആയിരിക്കും PR-ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേന്. കോമ്പീറ്റന്റ് ഇംഗ്ലീഷിന് നമുക്ക് PTയുടെ സ്കോറിംഗ് വേണ്ടത് ലിസ്ണിങ്ങിന് 47, അതായത് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു സ്കോറും മതി. പക്ഷെ സ്കോർ ഒന്നും കിട്ടത്തില്ല. അതായത് പ്രത്യേകിച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ലിസ്ണിങ്ങിന് 47, റീഡിംഗ് 48 ആൻഡ് റൈറ്റിംഗ് 51 ആൻഡ് സ്പീക്കിംഗ് 54. ഇനി നിങ്ങൾക്ക് 10 പോയിന്റ്സിന് വേണ്ടത് പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് ആണ്. പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷിനായിരുന്നു നമുക്ക് നേരത്തെ ഇൻഡിവിജ്വൽ 65 ആൻഡ് ഓവറോൾ 65 ആണ്. അപ്പൊ പല ആളുകൾക്കും ചില റീഡിങ്ങിനൊക്കെ 64-ൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെറിയൊരു ആശ്വാസമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നേരത്തെ നമുക്ക് ഇൻഡിവിജ്വൽ 65 ആൻഡ് ഓവറോൾ 65 ആയിരുന്നു. എന്നാൽ ഇപ്പം ലിസ്ണിങ്ങിന് 58 സ്കോർ മതി, റീഡിങ്ങിന് 59 സ്കോർ മതി, റൈറ്റിങ്ങിന് നേരത്തെ 65 ആയിരുന്നു, അതിപ്പം 69 ആയിട്ടുണ്ട്, ആൻഡ് സ്പീക്കിങ്ങിന് 76 ആയിട്ടുണ്ട്. സ്പീക്കിംഗ് ആക്ച്വലി ഒരു ഈസി ടാസ്ക് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇപ്പം സ്പീക്കിങ്ങിന് 76 ആണ് സ്കോർ വേണ്ടത്. അതായത് ബാൻഡ് 7 നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷിന് നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടണമെങ്കിൽ ഇതാണ് ഇനി തൊട്ട് നിങ്ങളുടെ സ്കോർ. ഓഗസ്റ്റ് 7 മുന്നേ എക്സാം എഴുതിയ ആളുകൾക്ക് ഇത് എഫക്റ്റീവ് അല്ല. ഓഗസ്റ്റ് 7 തൊട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്കാണ്. ആൻഡ് 20 മാർക്സ് സുപ്പീരിയർ ഇംഗ്ലീഷിന് ആണ്. നമുക്ക് സുപ്പീരിയർ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് 20 പോയിന്റ്സ് കിട്ടും. നേരത്തെ നമുക്ക് ഇൻഡിവിജ്വൽ 79 ആൻഡ് ഓവറോൾ 79 ആയിരുന്നു. അപ്പൊ പലപ്പോഴും കുട്ടികൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിന് 90 മാർക്ക് കിട്ടും, ഏതെങ്കിലും ഒരെണ്ണത്തിന് 79 ഉണ്ടാവും, ഒരെണ്ണത്തിന് 74-ലൊക്കെ നിൽക്കുക.
അത് ഇവിടെ നോക്കുമ്പോഴത്തേനും നമുക്ക് ലിസണിങ്ങിന് 69 മതി, അത് ഓക്കെ, അത് കിട്ടാം. റീഡിങ് 70, അതും ഓക്കെ. പക്ഷെ റൈറ്റിംഗിന് 85 ആക്കിയിട്ടുണ്ട്. റൈറ്റിംഗ് 90/90 കിട്ടുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ പല കുട്ടികൾക്കും റൈറ്റിംഗിന് 85 കിട്ടാൻ ചിലർക്കൊക്കെ പാടാണ്. ചില കുട്ടികൾക്ക് 90/90 കിട്ടാറുണ്ട്. ആൻഡ് സ്പീക്കിംഗ് 88, ഇറ്റ് ഇസ് എ ഗുഡ് സ്കോർ. പ്രൊഫഷ്യന്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന അവർക്ക് അത്രയും ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് സ്പീക്കിങ്ങിന് 88 കിട്ടുന്ന വലിയ ടാസ്ക് ഒന്നുമല്ല. ആൻഡ് റൈറ്റിംഗിനാണേലും ഇനി തൊട്ട് പറഞ്ഞതുപോലെ നേരത്തെ എസ്സേക്കൊക്കെ നമുക്ക് ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാം. നേരത്തെ എസ്സേ അത്ര ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഇംഗ്ലീഷിലാണ് വേണ്ടത്, നിങ്ങൾക്ക് 20 പോയിന്റ്സ് ആണെങ്കിൽ എസ്സേ ഒക്കെ നിങ്ങൾ ഇപ്പം സ്വന്തമായിട്ട് എഴുതണം. അതായത് കണ്ടന്റ് കൂടുതൽ കിട്ടണം. ഞാനൊരു 20 മാർക്സ് വേണ്ട ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അവരിൽ അത്രയും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തൊട്ട് നമുക്ക് തട്ടിക്കൂട്ട് പരിപാടികൾ ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് അത്രയും ലാംഗ്വേജ് ഉണ്ടായിരിക്കണം ആൻഡ് നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ന്യൂസസ് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പാനിക് ആവേണ്ട. എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ അപ്പൊ തന്നെ ഒരു വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എനിക്കൊന്ന് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യാം. താങ്ക് യു.